വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചു. അമ്മയും മകളും ബാങ്കിനു മുമ്പിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. SBI കിടങ്ങന്നൂർ ശാഖയ്ക്ക് മുമ്പിൽ ആറന്മുള പഞ്ചായത്തിലെ കുറിച്ചിമുട്ടം വെട്ടിക്കൽ രാജേഷിന്റെ ഭാര്യ സംഗീതയും മകൾ അനശ്വരയുമാണ് സമരം ആരംഭിച്ചത്. ലോൺ അനുവദിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും തങ്ങൾക്ക് നീതി വേണമെന്നും അമ്മയും മകളും പറഞ്ഞു. അനശ്വരയും ഇരട്ട സഹോദരി അനക്കയും ബംഗളൂരു നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. പിതാവ് രാജേഷ് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. സംഗീത അങ്കണവാടി അധ്യാപികയായി പണിയെടുക്കുന്നു. ഇരുവരുടെയും തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഈ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച തുക കൊണ്ടാണ് രണ്ടു മക്കൾക്കും അഡ്മിഷൻ നേടിയെടുത്തത്. വിദ്യാഭ്യാസ വായ്പ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് 2025 ഇവർ മക്കളെ നഴ്സിംഗിന് ചേർത്തത്. ഇവർ വായ്പയ്ക്കായി മാസങ്ങളായി SBIയിൽ കയറി ഇറങ്ങുകയാണ്. ആദ്യം രാജേഷിന്റെ പേരിൽ വായ്പയ്ക്ക് അപേക്ഷ നൽകിയെങ്കിലും ബാങ്ക് അപേക്ഷ തിരസ്കരിച്ചു. തുടർന്നാണ് സംഗീതയുടെ പേരിൽ അപേക്ഷ നൽകിയത്. അതും മടക്കിയതോടെയാണ് ഇവർ മറ്റൊരു മാർഗവുമില്ലാതെ സമരം ആരംഭിച്ചത്. നമ്മൾ ആദ്യമേ ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോൺ ആദ്യമേ കൊടുത്തപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പേരിൽ ആദ്യം കൊടുത്തപ്പോഴും റിജക്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്നുകൂടി പോച്ച് കൊടുത്തപ്പോൾ പറയുന്നത് ഇതുകൊണ്ട് അമ്മയുടെ ഇതിൽ സിബിൽ കാണിക്കുന്നു, ഓവർഡ്യൂ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു ലോൺ പെൻഡിങ് ഉണ്ടായിരുന്നു, അതിൻ്റെ വെച്ചിട്ട് ഇങ്ങനെ ഓവർഡ്യൂ കാണിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവരപ്പോൾ മോളോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അത് തന്നെ പറയുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് ഇരട്ടാളാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിനും ഞങ്ങൾ ഒരുമിച്ചാണ് ലോൺ കൊടുത്തത്. കൂടെയുള്ള ഒരു ഫ്രണ്ടിന് ലോൺ ശരിയായിട്ടുണ്ട്, വേറൊരു ഫ്രണ്ടിന് പിന്നെ എനിക്കും എൻ്റെ സിസ്റ്ററിനും ലോൺ ശരിയാവത്തത്. ഇവിടുന്ന് തന്നെ ശരിയാകും. എന്നാൽ രാജേഷ് പിതാവിന്റെ ബാങ്ക് വായ്പയ്ക്ക് ജാമ്യം നിന്നിരുന്നതായും കുടിശ്ശിക വരുത്തിയ ശേഷമാണ് പണം തിരിച്ചടച്ചതെന്നും സംഗീത ഏതോ ബാങ്കിൽ നിന്നും എടുത്ത വായ്പയിൽ തിരിച്ചടയ്ക്കാനുണ്ടെന്നും അതിനാൽ അവരുടെ അപേക്ഷയും അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് ബാങ്ക് മാനേജർ പറയുന്നത്. ഇതോടെ ഒരു കുടുംബത്തിലെ പഠിക്കാൻ മിടുക്കരായ 2 കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും ഭാവിയുമാണ് തുലാസിലായത്. വായ്പ എടുത്ത ആൾ കുടിശ്ശിക തിരിച്ചടച്ചിട്ടും ജാമ്യക്കാരന്റെ അപേക്ഷ എന്തുകൊണ്ട് നിഷേധിച്ചു എന്ന ചോദ്യത്തിന് അധികൃതർക്ക് ഉത്തരമില്ല. ഇതിനിടയിൽ ലോൺ നിഷേധത്തിനെതിരെ SFI കളക്ടർക്കും മറ്റുന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ആവശ്യമെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് SFI ജില്ലാ കമ്മിറ്റി അംഗം ആസിഫ് ഷാജുദ്ദീൻ ജനശബ്ദത്തോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.